എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദരിദ്രന്മാരുടെ ആഗ്രഹത്തോടുള്ള സമ്പന്നരുടെ മനോഭാവം എന്തായിരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരാഴമായ ചോദ്യം കാണുവാൻ കഴിയുന്നുണ്ട്. അത്യുന്നതനായ ദൈവം അനാഥരുടെയും വിധവമാരുടെയും ദൈവമാണെന്ന് തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. ദരിദ്രന്മാരോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നാം പ്രസംഗിക്കുന്ന ദൈവമെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. 41-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാനാണ്, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും എന്ന് പറയുന്നുണ്ട്. ശൗലിൻ്റെ കൂടെയുണ്ടായിരുന്ന ഒരു ഭൃത്യൻ രോഗിയായി തീർന്നപ്പോൾ, ക്ഷീണിതനായി തീർന്നപ്പോൾ തന്നെ വഴിയിൽ കളഞ്ഞിട്ടു പോകുന്നു. എന്നാൽ ദൈവാത്മാവുള്ള ദാവീദ് തന്നെ ചേർത്ത് പിടിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകം 25-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദരിദ്രന്മാരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് ഓർപ്പിച്ച് പറയുന്നതും കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ 32 മുതൽ താഴേക്കുള്ള വചനങ്ങൾ ഭാഗമായി വായിച്ചു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും നഗ്നത കൊണ്ടും രോഗം കൊണ്ടും ദുഃഖം കൊണ്ടും അതിഥിയായുമൊക്കെ ഒരുവൻ കടന്നു വരുമ്പോൾ സമ്പന്നരായ ആളുകൾ അവരോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടം ആളുകൾ അവരെ കണ്ടിട്ട് വിശപ്പിന് ആഹാരവും കുടിപ്പാൻ വെള്ളവും അവരെ അംഗീകരിക്കുകയും അവരുടെ നഗ്നത മറയ്ക്കുവാൻ തുണി കൊടുക്കുകയും രോഗികൾക്ക് ആശ്വാസം നൽകുകയും ഒക്കെ ചെയ്തുവെങ്കിലും മറ്റൊരു കൂട്ടം ആളുകൾ അവരെ തിരസ്കരിക്കുവാൻ, അവരെ അപമാനിക്കുവാൻ, അവർക്ക് അർഹമായതൊന്നും കൊടുക്കാതെ അവരെ പുറത്താക്കി കളയുവാൻ ഉത്സാഹിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ ദരിദ്രന്മാരായ ആളുകൾക്ക് നൽകിക്കൊടുക്കേണ്ടുന്ന ആ നന്മകൾ അതിൻ്റെ നിലകളിൽ നൽകിക്കൊടുക്കായിക നിമിത്തം ദൈവം അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തി പറയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് അനാഥർക്കും വിധവകൾക്കും ദരിദ്രന്മാർക്കുമൊക്കെ നാം ഒരു അത്താണിയാവണം. നാം അവർക്ക് വേണ്ടി ചെയ്യുവാൻ കടപ്പെട്ടത് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ്. വയലുകൾ ഉള്ളവർ വയലിൽ വിതച്ച് കൊയ്യുന്ന സമയത്ത് അതിന് കൊയ്യരുതെന്നും വീണുപോയത് കാലാ പിറക്കരുതെന്നും പറഞ്ഞിട്ടുള്ളത് അനാഥർക്ക് വേണ്ടിയാണ്, ദരിദ്രന്മാർക്ക് വേണ്ടിയാണ്. ആ നിലകളിൽ അവരെയും സ്നേഹിക്കുകയും അവരെയും കരുതുകയും അവരെയും ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ നമുക്കും ദരിദ്രന്മാരുടെ ആഗ്രഹങ്ങൾ മുടക്കിക്കളയുന്നവരായിട്ടല്ല, നമ്മാലാവുന്നത് അവർക്ക് വേണ്ടി ചെയ്യുന്നവരായി തീരുവാൻ
നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ സാധുക്കളോടും ദരിദ്രരോടും കരുണയുള്ളവരും അവർക്ക് ഞങ്ങളാൽ ആവുന്നത് ചെയ്യുവാൻ മനസ്സുള്ളവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.